ഗായ്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ മരോഞ്ചാടി നിൽക്കുന്ന വേറൊന്നും കൊണ്ടല്ല, മുകളിലേക്ക് നോക്കൂ. എന്താ അത്? ചാമ്പയ്ക്ക. അത് പിച്ചാൻ വേണ്ടിയാണ് ഞാൻ വന്നത് കേട്ടോ ഗൈസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത് കുറച്ച് നിപ്പം ഉണ്ടായിരുന്നു, അതൊക്കെ ഞാനങ്ങ് പിച്ചി കേട്ടോ, കൈ കൊണ്ട്. എത്തുന്നതായിരുന്നല്ലോ. നല്ല നീളം ഉണ്ടായതുകൊണ്ട് പിന്നെ പറയാൻ വേണ്ട. കണ്ണിലാണെങ്കിൽ ഒരു പൊടിയും വീണ്, കോൺസെൻട്രേഷൻ ഫുള്ള് പോയി. പിച്ചിക്കൊണ്ട് നിന്ന സമയത്താണ് ഞാൻ ആലോചിക്കുന്നത്, ഇതെടുത്ത് വെക്കാനുള്ള പാത്രം, കവറ് ഒന്നും ഞാൻ എടുത്തില്ല. ഇതെവിടെ വയ്ക്കും? എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ചുറ്റുമെല്ലാം നോക്കി. പിന്നെയാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. വാഴയിലയുണ്ടല്ലോ, പിന്നെ എന്തിന് മറ്റൊരു സഹായം? വാഴയില പിച്ചിക്കൊണ്ട് നിന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, അത് പിച്ചാനുള്ള പിച്ചാത്തി ഞാൻ എടുത്തില്ല എന്നുള്ളത്. അപ്പോഴും ഞാൻ പരിശ്രമം കൈവിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, വാഴയില കീറിയെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വാഴയില കീറിയെടുത്തു ഞാൻ. വാഴയില മൊത്തത്തിൽ കീറിയാണ് ഞാൻ എടുത്തത്. അതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാൻ, അവിടെ താഴെ ഒരു ഇല കിടന്നു, അതിലേക്ക് കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല വലിയൊരു ഇല തന്നെ എനിക്ക് കിട്ടി. പക്ഷേ അത്രയും ചാമ്പയ്ക്ക് എനിക്ക് പിച്ചാൻ പറ്റിയില്ല. എന്നാലും അടുത്തുള്ള ചാമ്പയ്ക്കെല്ലാം ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ പിച്ചാൻ ശ്രമിച്ചെങ്കിലും മറ്റുള്ളതെല്ലാം ദൂരെ നിന്നു. പക്ഷേ അപ്പോഴും ഞാൻ എൻ്റെ പരിശ്രമം കൈവിട്ടില്ല. ഞാൻ ചുറ്റുപാടൊക്കെ നോക്കി. അപ്പോൾ ഒരു കമ്പ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ കമ്പെടുത്ത് എല്ലാ ചാമ്പയ്ക്കയും പിച്ചി എന്ന് ഞാൻ പറയുന്നില്ല. ആ കമ്പിനെത്തുന്ന സ്ഥലത്തുള്ള ചാമ്പയ്ക്ക ഫുള്ള് ഞാൻ പിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. അപ്പോഴാണ് ആ ക്യാമറാമാൻ എന്നെയാണ് എടുക്കുന്നത്, ചാമ്പയ്ക്കയല്ല. ഓക്കെ, ചാമ്പയ്ക്ക കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ചാമ്പയ്ക്ക ഞാൻ അങ്ങനെ പിച്ചിരിക്കുകയാണ്. എല്ലാം തല്ലി താഴെ ഇട്ടു. പിന്നെ ഞാൻ താഴെയുള്ള എല്ലാം ഇങ്ങനെ നുള്ളി പിറക്കി. കുറച്ച് കുഞ്ഞ് ചാമ്പയ്ക്ക, പൊട്ട് ചാമ്പയ്ക്ക ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ പിച്ചിയില്ല. കുറച്ചൊക്കെ കൊള്ളാത്ത ചാമ്പയ്ക്കൊക്കെ താഴെ ഓൾറെഡി കിടപ്പുണ്ടായിരുന്നു. ഞാൻ നല്ലത് മാത്രം നോക്കിയെടുത്തു. എന്നിട്ട് അതെല്ലാം നേരെ നമ്മുടെ ഇലയിൽ കൊണ്ടുപോയി കളക്ട് ചെയ്തു. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങൾ പോവുകയാണ്, നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ പോയി ഉപ്പും മുളകും ഇട്ട് നമുക്കല്ല, എനിക്ക് ചാമ്പയ്ക്ക തിന്നാം. പുറത്തോട്ട് നോക്കി ഭയങ്കര ഒടുക്കത്തെ വെയിൽ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പും മുളകും എടുത്തു. എന്നിട്ടൊരു ചാമ്പയ്ക്ക ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇതാകുമ്പോൾ മിക്സ് ചെയ്യാനും ഉപയോഗിക്കാം, അതിൽ പറ്റിയിരിക്കുന്ന ഉപ്പും മുളകും തിന്നുകയും ചെയ്യാം ചാമ്പയ്ക്കയായിട്ട്. എന്നിട്ട് ഞാൻ മറ്റൊരു ചാമ്പയ്ക്ക എടുത്തു, അത് 2 പീസാക്കി. നോക്കിയപ്പോൾ അതിൽ കുരുവില്ല. എന്തോ ഭാഗ്യമല്ല, കുരു ഉണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ട് കളയും. എന്നിട്ട് ഞാൻ ആ ചാമ്പയ്ക്ക് ഉപ്പും മുളകും കൊടുത്തിട്ട് സ്വാഭാവികം, അത് കുഴപ്പമില്ല. എന്നിട്ട് മറ്റൊരു ആ ചാമ്പയ്ക്കയുടെ അനന്തര പീസ് ഉപയോഗിച്ച് ഞാൻ അത് ക്ലോസ് ചെയ്തിട്ട് ഞാൻ കഴിച്ചു.